കുമ്പളങ്ങി സ്വദേശിനി നീതു എൻ.വിയുടെ ആ മരങ്ങളെല്ലാം മഴയെ ഓർത്തിരുന്നു എന്ന നോവൽ പ്രകാശനം ചെയ്തു. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ എം.വി. ബെന്നി, എഴുത്തുകാരൻ പി.വി. ആൽബിക്ക് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. കുമ്പളങ്ങി സ്വദേശിനി നീതു എൻ.വിയുടെ ആ മരങ്ങളെല്ലാം മഴയെ ഓർത്തിരുന്നു എന്ന നോവൽ പ്രകാശനം ചെയ്തു. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ എം.വി. ബെന്നി, എഴുത്തുകാരൻ പി.വി. ആൽബിക്ക് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. വലിയ പുസ്തകം അത് ഇതിലുണ്ടാക്കുന്ന ഒരു പുസ്തക തൊഴിലാളി എന്ന നിലയിൽ എനിക്ക് തരുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അടിസ്ഥാനപരമായി ബോധധാര സമ്പ്രദായത്തിൽ എഴുതിയ നോവലാണ്. അതായത് ഒരാളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ അയാളുടെ മനസ്സിലൂടെ കടന്ന് അയാൾ പറയാൻ ആഗ്രഹിക്കുന്നതോ ആലോചിക്കാൻ ആഗ്രഹിക്കുന്നതോ എഴുതാൻ ആഗ്രഹിക്കുന്നതോ ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ ബോധധാര നോവലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചനാ രീതി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. 1148 പേജോളമുള്ള ഈ പുസ്തകം നമുക്കറിയാം. ഒരു നോവൽ എഴുതുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ഇത് പ്രകാശനം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം ത്യാഗം സഹിച്ചാണ് ഈ നോവൽ എഴുതുകയും അതിന് പ്രകാശനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അഭിമാനമായി മാറുന്ന നിലയിലേക്ക് എത്തുമ്പോൾ കുമ്പളങ്ങിക്ക് തന്നെയാണ് അഭിമാനമായി വരുന്നത്. ചടങ്ങിൽ എഴുത്തുകാരൻ ബിജു അഗസ്റ്റിൻ പുസ്തകം പരിചയപ്പെടുത്തി. PTA പ്രസിഡന്റ് സജീവ് ആന്റണി സ്വാഗതം ആശംസിച്ചു. 1148 പേജുകളുള്ള ഈ കൃതി മലയാളത്തിലെ ആദ്യത്തെ കാവ്യാത്മക നോവലുമാണ്. മീര എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ വികസിക്കുന്ന നോവലാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ ജോസഫ്, സെന്റ് പീറ്റേഴ്സ് സ്കൂൾ മാനേജർ ഫാദർ ജോയി ചക്കാലക്കൽ, ജനറൽ കൺവീനർ സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P.A. പീറ്റർ, N.N. ഉത്തമൻ, വത്സല മേരി ഡിസിൽവ, സിബി ഗോഡ്ഫ്രെ, ഗ്ലോറിയ ടീച്ചർ, നീതു എൻ.വി, സ്കൂൾ പ്രിൻസിപ്പൽ വിൻസെന്റ് P.L. എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് K.K. രാജീവും സംഘവും അവതരിപ്പിച്ച ഫ്ലൂട്ട് സോളോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പൊ പള്ളൂർത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. അപ്പം see you all there.